Hello guys, was chilling with the GPT. Then ചാർജ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഈ എക്സ്റ്റൻഷനൊക്കെ ഇട്ടു. അന്നേരം ഇപ്പോൾ ഇതിനകത്തുനിന്ന് നല്ല മണം വരുന്നു. ഫിഷി മണം, ഒരു കരിഞ്ഞ മണം ഇവിടുന്ന്. അന്നേരം അപ്പം നമുക്കൊന്ന് അയച്ചു നോക്കാം നിങ്ങൾക്ക് എന്താണ്. എന്തോ കരിഞ്ഞ് മണക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നമ്മളിങ്ങനെ ഒരു സംഗതി തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ആദ്യമായിട്ട് അതിനകത്ത് നോക്കേണ്ട കാര്യം. കാരണം അതിൽ തന്നെ ചിലപ്പോൾ മിക്ക സംഗതികളിലും കംപ്ലൈൻറ്റ് നമുക്ക് പിടികിട്ടും. ഇപ്പോൾ ഇതിനകത്ത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ എവിടെയെങ്കിലും കംപ്ലൈൻറ്റ് തോന്നുന്നുണ്ടോ? ഇതുണ്ടോ? ഇതുണ്ടോ? ഇത് ഫേസ് ലൈനാണ്. ഈ ലൈൻ ഇങ്ങോട്ട് കയറിയിട്ട് ഇത് കരിഞ്ഞതുണ്ട്. ഇത് ഈ പ്ലാസ്റ്റിക്കിലോട്ട് മുട്ടിയിട്ട് ചൂടായി പ്ലാസ്റ്റിക് ഉരുകി അവിടുത്തെ ഈ സംഗതി എന്നാ പറയുന്നത്, ഇത് വട്ടത്തിരിക്കുന്ന സാധനം അത് ഇതിനകത്തുനിന്ന് കാണാമെന്ന് അറിയത്തില്ല. അതിച്ചിരി അതവിടെ നിന്ന് ഉരുകി ഈ പുറകെ ഈ സാധനത്തിനകത്തുനിന്ന് ഇങ്ങോട്ട് വെളിയിലോട്ട് ഇങ്ങോട്ട് തള്ളി നിൽക്കുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനി ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ ഒരു സംഗതി. ഇനി ഇത് വേറെ വെക്കണം. ഇത് വേറെ എൻ്റെ ഇല്ല. അപ്പം ഞാനിനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറ് നേരെ ഇതിലോട്ട് കൊടുക്കും. ഈ ഇവിടെ ഇല്ലേ, ഇവിടെ കൊടുക്കും. എന്നിട്ട് ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്യും. എന്നിട്ട് മുണ്ട ക്ലോസ് ചെയ്യും. അപ്പം നമുക്ക് ഈ രണ്ടെണ്ണം ഉപയോഗിക്കാം. പക്ഷെ എന്തായാലും ഇതിന് ഞാൻ കാണിക്കും. ഇങ്ങനത്തെ ആണെങ്കിൽ ഈ ഒരെണ്ണം കുത്താൻ പറ്റും. കാരണം മറ്റേതിലത് കയറത്തില്ല. പക്ഷെ ഇങ്ങനത്തെ കഴിവതും എല്ലാവരും ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇതിന് എർത്ത് ലൈനില്ല. എർത്തുള്ളത് വാങ്ങിക്കണമെന്നല്ല പറയുന്നത്. ഇത് ഭയങ്കര അപകടമാണ്. ഇത്തരം ഐറ്റംസ് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഇത് കുറേ തവണ എൻ്റെ എക്സ്പീരിയൻസ് ഇതിൻ്റെ ഇവിടെ ഈ കമ്പികളില്ലേ, ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കാരണം എർത്തും ഇല്ലാത്ത കാരണം ഇത് കണ്ടത് ഇപ്പോൾ ഇതുപോലെ തന്നെ ഷോർട്ടാകും. ഈ ഷോർട്ടായിട്ട് ഇത് കത്തും, തീ കത്തും പെട്ടെന്ന്. പിന്നെ ഷോക്ക് അടിക്കാനും നല്ല സാധ്യത. പിന്നെ ഇതിൻ്റെ വയറ് കണ്ടില്ലേ, ഇതൊന്നും ചുമ്മാ തീരെ കുറഞ്ഞ വയറ്. AC ലൈൻ പോകുന്ന ഇതാ. അത് മിനിമം ലൈനൊക്കെ ചെയ്യുമ്പം പക്ഷേ 1 mm² എങ്കിലും ഉള്ള വയർ കിട്ടണം എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ഇത് തീരെ കുറഞ്ഞതാണ്. ഞാനിവിടെ മറ്റേ കമ്പ്യൂട്ടറിൻ്റെ അവിടെ അതിനകത്തൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. അതിൻ്റെ എക്സ്റ്റൻഷൻ ഈ 1 mm². 1 അല്ല, ശരിക്കും 2 പിന്നെ ഇത് ഞാൻ തുറന്നപ്പം സം സ്ട്രേഞ്ചേഴ്സ് ലവീസ് ആയതിൻ്റെ തെളിവുകളാണത്. നമുക്കത് ഈ തെളിവുകളുടെ ആവശ്യമില്ല. എൻ്റെ കട്ടിൽ വൃത്തികേടാക്കി. സോ അതാണ് കംപ്ലൈൻറ്റ്. ഇത് ശരിയാക്കാം. ഇത് ശരിയാക്കിയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാം. ഇതിപ്പം കണ്ടോ ഈ ഇത് മനസ്സിലായില്ലേ എന്ത് സാധനം കൂടി. ഇത് ഈ സെൻറ്ററിൽ ഇരിക്കുന്ന ഐറ്റം കണ്ടോ, ഇത് തന്നെയാണ്. കാണിക്കാം. കണ്ടോ, ഇത് നമ്മൾ ഈ പ്ലഗിൻ്റെ ഒക്കെ ഇത് കയറുന്ന ഓട്ടെ. ഈ സാധനം കണ്ടില്ല, ഇത് കംപ്ലീറ്റ് ഉരുകിപ്പോയി. ഇത് ഇവിടുന്ന് പോകുന്നു. ഈ സാധനത്തിൽ നിന്ന് ഇത് ഉരുകി ഇങ്ങനെ പോകുന്നു. ഉണ്ട് ഇത് കണ്ടോ, ആയിരുന്ന കിഴുത്ത കണ്ടോ, ഉരുകി കിഴിഞ്ഞ്. ഇത് മറ്റേ ഇൻഡിക്കേറ്ററാണ്. ഇത് ചൂടായതിൻ്റെയാണ് ഈ കളറ് മാറിയിരിക്കുന്നത്. ചൂടായി ഇത് കണ്ടല്ലേ, പിച്ചളയാ കേട്ടോ, പിച്ചളയായിരിക്കണം. അപ്പോൾ ഞാൻ ഈ വയർ ഇതിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തപ്പം ഇതിൻ്റെ ഈ ടിപ്പ് ഇങ്ങനെ എടുത്തപ്പോൾ ഇല്ലേ, ഇത് കണ്ടോ, ഇത്രയും മണ്ണുള്ളൊരു സാധനത്തെ കൂടി എങ്ങനെ. ഇതിലെന്തായാലും വലിയ ലോഡൊന്നും കയറുന്നില്ല. എങ്കിലും പ്ലാൻ നമ്മൾ ഉപേക്ഷിക്കുകയാണ്. ബിക്കോസ് ഈ വയർ ഒട്ടും ട്രസ്റ്റ്ഫുൾ അല്ല, അതുകൊണ്ട്. സോ